വെൽക്കം ബാക്ക് ടു കുഞ്ഞാമിനാസ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഒരു മാംഗോ റെസിപ്പി പറയാനാണ് വന്നിട്ടുള്ളത്. നല്ലൊരു മാങ്ങ കൂട്ടാൻ. അപ്പോൾ മാംഗോ സീസണായിട്ട് നമ്മൾ മാങ്ങ കൂട്ടാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വളരെ ഒരു മിസ് ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞിട്ടുള്ള നല്ല മുട്ടിക്കൊടിയ മാങ്ങ എടുത്തിട്ടുള്ളത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ചിട്ട്. ഇത് വേവാനെടുക്കുന്ന ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ യൂസ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി, ജീരകം ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് അരച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടി പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ, കുറച്ചുകൂടി എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക്. അപ്പോഴത്തേനും നമ്മളുടെ മാങ്ങ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് വരണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ആവശ്യത്തിന് തൈര് ഒന്ന് മിക്സിയിൽ കറക്കിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. നല്ല ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മാങ്ങ കൂട്ടാൻ. ചില ഭാഗത്തൊന്നും മാങ്ങ കറി വെക്കുന്ന മധുരമുള്ള മാങ്ങ കറി വെക്കുന്നുണ്ടാവില്ല ചില സ്ഥലത്തൊന്നും, പക്ഷെ ഞങ്ങളവിടെ വെക്കും. പിന്നെ മധുരം കുറവായിട്ട് തോന്നിയ കാരണം കൊണ്ട് കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുത്ത് നെക്സ്റ്റ് നമ്മൾ തൂമിച്ചെടുക്കുക. ഒരു കുഞ്ഞ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം കടുക് പൊട്ടിക്കാം. പിന്നെ കുറച്ച് വേപ്പില അതുപോലെ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം അത് ഈ നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും മാംഗോ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ ലേറ്റായി പോയി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ ഫ്രം കുഞ്ഞാമിനാസ് റെസിപ്പീസ്.